അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി ചുമതലയേറ്റു. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻ്റാണ്. UPSC ചെയർമാനായിട്ട് ആരാണ് നിയമിതനായത്? അജയ് കുമാർ. അടുത്ത നോക്കാം. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ്. അപ്പോൾ OM ശാലീന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. കാരണം കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. അപ്പോൾ 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130 സ്ഥാനം. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. ഐസ്ലാൻഡാണ് 1ാം സ്ഥാനത്ത്. അടുത്ത നോക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? മുംബൈയിലായിരിക്കും.